കോഴികളെ ബക്കറ്റിലോട്ട് ഇട്ടിട്ട് വാക്സിൻ കൊടുക്കുന്നത് കണ്ണില, കണ്ണിൽ തന്നെ കൊടുക്കും. ഇങ്ങനെ പിടിച്ചിട്ട് ഓരോന്നിനും പിടിച്ചിട്ട് കണ്ണുണ്ട്, കണ്ണിലേക്ക് ഒരു തുള്ളി. ഫോണില് നമുക്ക് ഇതായിട്ട് ബന്ധപ്പെട്ട് പോയാൽ മതി, നമ്മൾ പോയി എടുക്കുകയൊന്നും ചെയ്യണ്ട. കുഞ്ഞിനൊക്കെ സെപ്പറേറ്റ് വണ്ടികളാ. ഈ വെയിറ്റ് വെക്കാനായിട്ട് നിങ്ങൾ എന്താ ചെയ്യണേ? ബക്കറ്റിനുള്ളിൽ പെട്ടുപോയതാണോ അല്ലെങ്കിൽ കേറി ഇരിക്കണേണോ സേഫ് ആയിട്ട്? നമ്മുടെ കോഴി ഫാം എങ്ങനെ പണിതേക്കണെന്നും അതിന് എന്തായ ചെലവും ചെറിയ തോതിൽ പറയാം. ഒരു കാരണവശാലും മരത്തിന്റെ കാലുകൾ കൊടുക്കരുത്. എനിക്ക് 3 ഷെഡിന് ചെലവായ പൈസ ഒരു ഹലോ, എല്ലാവർക്കും ആലുവപ്പയുടെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ റനീഷ്. വാമികയുടെ വീട് മലറ്റൂരാണ്. അപ്പൊ നമ്മള് ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഒരു റോഡിന്നാണ് നമ്മൾ ഇങ്ങോട്ട് ഫാമിലാണ് ഇപ്പൊ എത്തിയത്. ആരുടെ ഫാമാണ്? അച്ഛന്റെ കൃഷിയുള്ള ഫാമാണിത്. അപ്പൊ നമ്മള് അത് തന്നെ നമ്മള് ഒരു കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ മാറ്റിയിട്ടിട്ടുണ്ട്. അച്ഛൻ വെയിറ്റ് ആയ കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ മാറ്റിയിട്ടിട്ടുണ്ട്. വാമികയുടെ അച്ഛന് ഫാമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഫാമൊക്കെ കണ്ടിട്ട് നമുക്ക് കോഴിക്കുഞ്ഞുങ്ങളെ കാണാം, അതുങ്ങൾ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യണേന്ന് കാണാം. ഞാനും തീറ്റ ഇടാനായിട്ട് റൗണ്ട് ചെയ്തോണ്ടിരിക്കാണ്. നമുക്ക് അങ്ങോട്ട് പോയാലോ? നിങ്ങളെ കാണിച്ചു തരാം. അപ്പൊ ഇതെന്റെ വീമിച്ചമ്മ, അപ്പൊ ഞാൻ വാങ്ങിക്ക. നമുക്ക് കുഞ്ഞു കോഴികളെയൊക്കെ കണ്ടിട്ട് വരാം അല്ലേ? അപ്പൊ എന്തൊക്കെയാണ് ഭക്ഷണം കൊടുക്കണത്? കുഞ്ഞു കോഴികൾക്ക് വല്ല ഉവാവ് വരുമോ? അതൊക്കെ നമുക്ക് ചോദിക്കാം കേട്ടോ. വാമിക മരുന്ന് അടിച്ചു കൊടുത്തതിന് അതൊക്കെ മാർക്കോളൂ. അപ്പൊ അതൊക്കെ ചോദിക്കാം അച്ഛനോട്, എന്താണ് അച്ഛൻ ചെയ്യണത് അല്ലേ? അതൊക്കെ ചോദിക്കാം കേട്ടോ. സമയത്ത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. ചോദിച്ചോട്ടെ, വാമിക കുഞ്ഞു കോഴികൾ എടുക്കോ കയ്യില്? പേടിയില്ലേ ഇരിക്കുമ്പക്ക്? എനിക്ക് എന്തോരാണെങ്കിലും പേടിയില്ല. പേടിയില്ലേ? അയ്യോ, ചേച്ചിമ്മക്ക് പേടിയാട്ടോ. അപ്പൊ ഈ ചേച്ചിയമ്മക്ക് എന്നെ പേടിയാണ്. എന്തോരം പേടിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് ഇപ്പൊ ഈ കുട്ടിന്റെ അകത്താണ് ഇപ്പൊ കേറാൻ പോണത്. കൂട്ടിന്റെ അകത്തോട്ടാണ് കേറാൻ പോണത്. അവിടെ ചെന്നിട്ട് നമുക്ക് അച്ഛനോട് ചോദിക്കാം. ചോദിച്ചു കഴിഞ്ഞിട്ട് നമ്മള് അതിന്റെ ഉള്ളിൽ കണ്ടിന് ഒരു കുഞ്ഞു കോഴികളുണ്ട്. കുഞ്ഞതിനുള്ള മരുന്നും തീറ്റയും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഒരു മരുന്ന് വെള്ളത്തിലിട്ടിട്ട് ബക്കറ്റിലോട്ട് ഇടും. എന്നിട്ട് ആ കോഴികളെ ബക്കറ്റിലോട്ട് ഇട്ടിട്ട് മരുന്നൊക്കെ അത് തീറ്റി. ഇപ്പൊ അച്ഛനോട് ചോദിക്കണ്ടല്ലോ, രുക്കൂനോട് ചോദിച്ചാൽ മതിയല്ലോ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട്. നമ്മള് ഇപ്പൊ അച്ഛൻ്റെ അടുത്തോട്ട് പോകുവാണ്. ഓക്കെ, നമുക്ക് അച്ഛൻ്റെ അടുത്തോട്ട് പോവാം. രുക്കൂന്റെ അച്ഛനെ കാണാനാണ് ഞങ്ങളിപ്പോ പോണത് കേട്ടോ. ബാക്കി വിഷയം നമുക്ക് അച്ഛനോട് ചോദിക്കാം. ഇവിടെ ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ. കംപ്ലീറ്റ് റബ്ബർ തോട്ടമാണ്. അതിൻ്റെ ഉള്ളിലാണ് ഇവർ ഈ ഫാം നടത്തുന്നത്. ബിജുവിൻ്റെ കൂടെ ഒരു പാർട്ട്ണറും കൂടെ ഉണ്ട് കേട്ടോ. പിന്നെ ബിജുവിനെ നിങ്ങൾക്കറിയാലോ, അനിയത്തിയുടെ ഹസ്ബൻഡാണ്. ഈ ഒരു ഫാമിന് വേണ്ടിയിട്ട് ഇവർ 3 ഷെഡുകളാണ് കെട്ടിയേക്കുന്നത്. അതായത് 2000 കോഴികൾ ഇറക്കാൻ പറ്റിയ ഷെഡുണ്ട്, 2200 കോഴികൾ ഇറക്കാൻ പറ്റിയ ഷെഡുണ്ട്, പിന്നെ ഒരെണ്ണം 1800 കോഴികൾ ഇറക്കാൻ പറ്റിയ ഷെഡാണ്. അങ്ങനെ മൊത്തം 6000 കോഴികളെയാണ് ഇവർ നോക്കുന്നത്. പിന്നെ ചില സമയത്ത് കാലാവസ്ഥ അനുസരിച്ച് ചിലപ്പോൾ 1000 200 ചിലപ്പോൾ കുറച്ചിട്ടായിരിക്കും ഓരോ ഷെഡിൽ കോഴികൾ ഇറക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ബിജു ഈ ഒരു ഫീൽഡിൽ 20 വർഷമായിട്ടുള്ള ഒരാളാട്ടോ. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ബിജുവിൽ നിന്ന് അറിയാൻ പറ്റും. ഇതുപോലെ ഷെഡൊക്കെ കെട്ടുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, കോഴികൾ എങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം, എന്തെല്ലാം ടൈപ്പ് ഫുഡുകളാണ് അതുങ്ങൾക്ക് കൊടുക്കുന്നത്, എന്തെല്ലാം അസുഖങ്ങൾ അതുങ്ങൾക്ക് വരാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്ക് ചോദിക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ബിജുവിനോട് ചോദിക്കാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഇവിടെ ബിജുവിന് കിട്ടുന്നത്, ബിജുവിന് നല്ല ഏതൊരു ഫാം നടത്തുന്ന ആൾക്കാർക്കും കിട്ടുന്നത് ഒരു ദിവസം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങളെയാണ്. ഈ കോഴിക്കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നാൽ ഇതുപോലത്തെ ഒരു അലൂമിനിയം ഷീറ്റ് മേടിക്കാൻ കിട്ടും. ഒരു റിങ് ഉണ്ടാക്കും ഈ ഒരു ഷീറ്റ് വെച്ചിട്ട്. ഇതുപോലെ ഒരു 10 തൊട്ട് 11 അടി ഗ്യാപ്പിലാണ് ആ ഒരു റിങ് സെറ്റ് ചെയ്യണത്. അങ്ങനെ കോഴിക്കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് നമ്മൾ റിങ്ങൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്നത് ആ റിങ്ങിൻ്റെ ഉള്ളിൽ ന്യൂസ് പേപ്പർ വിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ന്യൂസ് പേപ്പർ വിരിച്ചു കൊടുക്കാനുള്ള കാരണം 2ആണ്. അതുങ്ങൾക്ക് നടക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ആ ഒരു ന്യൂസ് പേപ്പർ വിരിച്ചു കൊടുക്കണേ. രണ്ടാമത്തെന്ന് പറയുന്നത്, ഇതുങ്ങൾ ചിലപ്പോൾ തീറ്റയാണെന്ന് വിചാരിച്ചിട്ട് അറക്കപ്പൊടി എടുത്ത് തിന്നും. അങ്ങനെ ചില കോഴികൾ ചത്തുപോകാൻ ചാൻസ് ഉണ്ട്. കൊണ്ടുവരുന്ന ആ ഒരു സമയത്ത് ഒരു 2 ദിവസം വരെ ഇതുപോലത്തെ ഒരു ചെറിയ പാത്രങ്ങളിലൊക്കെ ആയിരിക്കും ഫുഡാണെങ്കിലും വെള്ളമാണെങ്കിലും വെച്ച് കൊടുക്കുക. പിന്നെ ഒരു 2 ദിവസത്തിന് ശേഷമാണ് ഡ്രിങ്കർ പോലെയുള്ള വലിയ സംഭവങ്ങളൊക്കെ വെച്ച് കൊടുക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന വെള്ളം എന്ന്
പറയുന്നത് ഗ്ലൂക്കോസ് വെള്ളമാണ് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഗ്ലൂക്കോസ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മധുരം കലക്കിയിട്ട് പഞ്ചസാര കലക്കിയിട്ട് വെള്ളം കൊടുക്കുക. ഗ്ലൂക്കോസ് കൊടുക്കുമ്പോൾ ആ ഒരു എനർജിയും കൂടി കിട്ടും. ഇനി അഥവാ ഗ്ലൂക്കോസ് ഇല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര കലക്കണം എന്ന് പറയാൻ കാര്യം, ഈ ഒരു സമയത്ത് നിങ്ങൾ നന്നായിട്ട് വെള്ളം കുടിക്കേണ്ട ഒരു അത്യാവശ്യമാണ്. മധുരമുള്ള വെള്ളമാകുമ്പോൾ നിങ്ങൾ നന്നായിട്ട് കുടിച്ചോളും. അതുകൊണ്ടാണ് ആ പഞ്ചസാര കലക്കണം കേട്ടോ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഒരു ദിവസം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോർമൽ വാട്ടർ കൊടുക്കാം, അതിലൊന്നും കുഴപ്പമില്ല. വെള്ളം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ മേളിലൊക്കെ വെക്കുന്ന ടാങ്കിലുള്ള വെള്ളം പോലും ചൂടായിട്ടിരിക്കുന്ന സമയമായിരിക്കും ആ ഉച്ച സമയം, ചൂട് കാലത്തൊക്കെ. മഴ സമയമൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ മാക്സിമം ആ ഒരു ടാങ്കൊക്കെ നമ്മൾ തണലത്തൊക്കെ നോക്കി സെറ്റ് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ തണൽ കിട്ടാവുന്ന വിധത്തിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്തേ പറ്റുള്ളൂ. കാരണം ചൂടുവെള്ളം ഒരിക്കലും അതുങ്ങൾക്ക് കൊടുക്കരുത്. ഒരു റിങ്ങിൻ്റെ ഉള്ളിൽ 5 തീറ്റപ്പാത്രവും അതുപോലെ തന്നെ 5 വെള്ളപ്പാത്രവുമാണ് വെച്ചു കൊടുക്കുന്നത്. 500 കോഴിയാണ് ആ ഒരു റിങ്ങിൻ്റെ ഉള്ളിൽ ഇടുന്നത്. അങ്ങനെ 3 റിങ് ആട്ടോ ഇവിടെ സെറ്റ് ചെയ്തേക്കണേ. 10 തൊട്ട് 15 ദിവസം വരെ ഈ ഒരു റിങ്ങിലാണ് ഇടുന്നത്. ഇതിപ്പോൾ 5 ദിവസം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങളാണ് ഈ കിടക്കുന്നത്. കുറച്ചുകൂടി വലുതായ ശേഷം 2 ദിവസം കഴിയുമ്പോൾ നമ്മളിത് വലിപ്പം കൂട്ടും. ഒരു 500 കോഴിക്ക് 200ന്റെ ഒരു ബൾബും 4 100ന്റെ ബൾബും ഇട്ട് 15 ദിവസം വരെയും രാത്രിയും പകലും ചൂട് കൊടുക്കും. അതിനുശേഷം ഈ റിങ് ഇങ്ങനെ വലുതാക്കിക്കൊണ്ടിരിക്കും കോഴി വളരുന്നതനുസരിച്ച്. കാലാവസ്ഥയുടെ അനുസരിച്ച് ഇത് പൊക്കം താത്തുകയും ചെയ്യും. ചൂട് വേണ്ടെങ്കിൽ അകന്ന് പുറത്തേക്ക് പോകും. വേണമെന്നുണ്ടെങ്കിൽ അത് അടുത്തടുത്ത് ചേർന്നിരിക്കും, വെട്ടത്തിനോട് ചേർന്നിരിക്കും, ചൂടിനോട് ചേർന്നിരിക്കും. ഇപ്പൊ 5 ദിവസം അപ്പൊ എത്ര ആവുമ്പോഴത്തേക്കാണ് ഇത് മാറ്റുന്നത്? ഇതിപ്പോ വാക്സിൻ കൊടുക്കും 5 ദിവസം കഴിയുമ്പോൾ. അത് കഴിഞ്ഞിട്ട് ഇത് ഈ റൗണ്ട് ഷേപ്പ് കളഞ്ഞിട്ട് ചതുരൻ പോലെ ആക്കും. 3 തുടങ്ങി 5 ദിവസത്തില് വാക്സിൻ കൊടുക്കാം. പിന്നെ 12ാം ദിവസം വാക്സിൻ കൊടുക്കാം. 2 ടൈപ്പ് വാക്സിൻ ആണല്ലോ. ലെസോട്ട എന്ന് പറഞ്ഞൊരു വാക്സിനും IBD എന്ന് പറഞ്ഞൊരു വാക്സിനും ഉള്ളത്. ലെസോട്ട 5ാം ദിവസവും IBD ഒരു 12 13ാം ദിവസവും കൊടുക്കാം. വാക്സിൻ കൊടുക്കുന്നത് വാക്സിൻ കണ്ണിലാണല്ലോ. അതൊക്കെ ബിജു തന്നെയാണോ കൊടുക്കുന്നത്? കണ്ണിൽ തന്നെ കൊടുക്കും. ഇങ്ങനെ പിടിച്ചിട്ട് ഓരോന്നിനും പിടിച്ചിട്ട് കണ്ണ് കണ്ട കണ്ണിലേക്ക് ഒരു തുള്ളി ഇങ്ങനെ പിടിച്ചു കഴിയുമ്പോ ഒരു തുള്ളി ഒരു കണ്ണിലിട്ട് കൊടുക്കും. ഒരു കണ്ണിൽ മതി. അത് ശരി. വാക്സിൻ 2ഉം കണ്ണിലാണ് കൊടുക്കുന്നത്. ഇത് നമ്മൾ ആ റിങ് സെറ്റ് ചെയ്യുന്ന അലൂമിനിയം ഷീറ്റാണ്. ഇരുമ്പിന്റെയും കിട്ടും അലൂമിനിയവും കിട്ടും. അതിനെന്താ പ്രത്യേകത? അലൂമിനിയം ആണെങ്കിൽ കുറെ കൂടി ഈട് നിൽക്കും. ഇരുമ്പാവുമ്പോൾ തുരുമ്പിട്ട് കുറച്ച് പോകും. വിലയിൽ വേരിയേഷൻ ഉണ്ട്. അലൂമിനിയം ഇരുമ്പും വരുമ്പോ ഇരുമ്പിന് വില കുറവാണ്. കൊല്ലങ്ങൾ 10 15 20 വർഷമൊക്കെ നിൽക്കും ഈ അലൂമിനിയം. മറ്റൊരു 3 4 5 വർഷം കഴിയുമ്പോഴേക്കും അത് കുറച്ച് തുരുമ്പിട്ട്. പിന്നെ ഇതിന്റെ തീറ്റയുടെ കാര്യങ്ങൾ പറയുമ്പോ 10 ദിവസം വരെ ഫ്രീ സ്റ്റാർട്ടർ കൊടുക്കും. ഒരു 25ന്റെയും 30ന്റെയും ഇടയ്ക്ക് സ്റ്റാർട്ടർ കൊടുക്കും. ഈ 10 ദിവസം കഴിഞ്ഞിട്ടുള്ള ഗ്യാപ്പില് കുറച്ചുകൂടി വലുതാവും. 1 കിലോനൊക്കെ അടുത്ത് 1.25 കിലോ ഒക്കെ വരും അപ്പോഴേക്കും. അതിനുശേഷം ഫിനിഷർ എന്ന് പറഞ്ഞ തീറ്റ കൊടുക്കും. പിന്നെ ഒരു 40 തുടങ്ങി 45 ദിവസത്തിനുള്ളിൽ ഇത് മാർക്കറ്റ് ചെയ്ത് പോകും. ഇതില് വെള്ളത്തിന്റെ പാത്രം നമ്മൾ 2 നേരം ക്ലീൻ ചെയ്ത് കൊടുക്കും. അതിൽ പല അസുഖങ്ങളും വരാതിന് വെള്ളത്തിക്കിടയൊക്കെ ആവും. എന്ന് കോഴി പിടിച്ചു പോകണം അന്ന് വരെ ഇത് ചെയ്യും. 2 നേരം പാത്രം ക്ലീൻ ചെയ്ത് കൊടുക്കും. തന്നെ 2 നേരവും നമ്മൾ തീറ്റയും ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ ഇത് ഈ അറക്കപ്പൊടി ഇട്ടില്ല, അറക്കപ്പൊടി ഇട്ടേക്കുന്നത് നമ്മള് ദിവസത്തിൽ 1 നേരം ഇളക്കി കൊടുക്കും. ഇതിന്റെ വേസ്റ്റ് കാട്ടൊക്കെ ആയിട്ട് മിക്സ് ആയി പോകാൻ വേണ്ടി. അത് കൂടും പെട്ടെന്ന് മെനകേടാവും ഇളക്കിയില്ലെങ്കിൽ. അപ്പൊ അത് ഇളക്കാണെങ്കിൽ അതായത് കാട്ടം വലിഞ്ഞും കിട്ടും, നല്ല ക്ലിയർ ആയിട്ട് പൊടിഞ്ഞ പോലെ കിടക്കുകയും ചെയ്യും. വളത്തിന് വേണ്ടി മേടിക്കും അല്ലെ? ആവശ്യമുള്ളവർ ഇവിടെ വരും, നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് നമ്മളോട് പറയും എത്ര ചാക്ക് വേണം. അപ്പൊ അത് നമ്മള് വാരി കോഴി പിടിച്ചു കഴിയുമ്പോ അത് വാരി ചാക്കിനകത്ത് ആക്കി. ഇതിന്റെ ആ ഒരു സെക്ഷൻ കഴിഞ്ഞു കഴിയുമ്പോ നമുക്കിത് വളമായിട്ട് വിൽക്കാം അല്ലെ? അസുഖങ്ങളൊക്കെ വരാൻ ചാൻസ് ഉള്ളത് എന്താ? വരാണെങ്കിൽ ചെറിയ തോതിൽ നമ്മൾ നാടൻ മരുന്ന് മുമ്പ് കൊടുത്തു പോകും. ഈ നാടൻ മരുന്ന് എന്താ? ചുമയും കുറുകലും ഒക്കെയാണ് വരുന്നത്. അതിന് ഇഞ്ചി കൊടുത്തു പോകും. ഇഞ്ചി ഇടിച്ച് പിഴിഞ്ഞ് അതിന് ചാറെടുത്തിട്ട് ഡ്രിങ്കറിൽ ഒഴിച്ചു കൊടുക്കും. പിന്നെ തുളസി ചാച്ച് അങ്ങനെയും കൊടുക്കാം. തുളസി നീരെടുത്ത് കൊടുക്കും. ഇങ്ങനെ ചെറിയ മരുന്നുകളൊക്കെ മുമ്പ് കൊടുത്തു പോകും. മാറിയില്ലെങ്കിൽ മാത്രം മറ്റുള്ള ഇംഗ്ലീഷ് മരുന്നുകളിലേക്ക് പോകും. ഇഞ്ചിനീര്, തുളസി നീര് വെള്ളത്തിൽ മിക്സ്. വെള്ളത്തിലൂടെയാണ് ചുമക്കൊക്കെ മരുന്ന് നമ്മൾ കൊടുക്കുന്നത്. ക്ലോറിൻ വെള്ളത്തിൽ ഉപയോഗിക്കും. ശുദ്ധീകരിക്കാൻ വേണ്ടിയുള്ള ക്ലോറിൻ നമ്മൾ കോഴിക്കായാലും ഉപയോഗിക്കും. ഇനി നമ്മൾ കുറച്ചും കൂടി വലിയ കോഴീനെ കാണാൻ പോവാട്ടാ. ഇത് കുഞ്ഞു കോഴികളല്ലേ? ചെറുതിനെ പിടിച്ചാ അതിന് വേദന എടുക്കൂലേ ഇരിക്കുമാ? അതിനെ ഞെക്കി കൂട്ടരുത്. 2 കൈക്കും പിടിച്ചോ. അടിപൊളി. എന്താ ഇച്ചിരി നേരെ പിടിക്കാൻ പാടുള്ളു. എന്താ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ വന്നേക്കണെന്താ? 1000 കോഴിക്ക് 1250 സ്ക്വയർ ഫീറ്റ് എങ്കിലും വേണം. തുടക്കത്തില്
ഒരു 100 സ്ക്വയർ ഫീറ്റിലൊക്കെ നമുക്ക് ഇടാം. കാര്യം കിടക്കുന്ന വെള്ളം പാത്രമൊക്കെ നമ്മൾ താക്കിയിട്ട് ഇങ്ങനെ വലുതാവണനുസരിച്ച് ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. കുറച്ചുകൂടി താഴ്ത്തും. പിന്നെ കോഴി വലുതാവണനുസരിച്ച് നമ്മളിങ്ങനെ ചെറുതായിട്ട് പൊക്കിക്കൊണ്ടിരിക്കും. ഒരു 2 ദിവസം കഴിയുമ്പോൾ കുടിക്കുന്ന വെള്ളം ഒരു തുള്ളി കുടിച്ചു കഴിഞ്ഞാൽ ആ ഒരു തുള്ളി നമ്മൾ ഇതിലേക്ക് തന്നെ വന്ന് വീണോളൂ. ഇത് വലിയ കോഴിക്ക് തീറ്റ കൊടുക്കുന്ന പാത്രം. ഇത് തീറ്റ, ഇത് വെള്ളം അല്ലേ? വെള്ളം തുടക്കത്തിൽ ഇങ്ങനെ താന്നിരിക്കും. കഴിഞ്ഞിട്ട് നമ്മള് കോഴി വലുതാവണനുസരിച്ച് പിന്നെ കേറ്റി കൊടുക്കും അല്ലേ? ഇതുപോലെ തന്നെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. ഇതുങ്ങൾക്ക് കൊടുക്കുന്ന ആ ഒരു ഡ്രിങ്കർ ആണെങ്കിലും അതുപോലെ തന്നെ ഫുഡ് കൊടുക്കുന്ന ആ ഒരു പാത്രമൊക്കെ ആണെങ്കിലും അഡ്ജസ്റ്റബിൾ ആണ്. കറക്റ്റ് പൊസിഷനിലായിരിക്കണം ഇതുങ്ങൾക്ക് ആ ഒരു പാത്രം സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേട്ടോ. അങ്ങനെ പറയാനായിട്ട് കാരണമുണ്ട്. വേറെ ഒന്നുമല്ല, അത് കുമ്പിട്ട് നിന്നിട്ടാണ് ഭക്ഷണം കൊത്തി തിന്നണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തൊണ്ടയിൽ ഫുഡ് കുടുങ്ങിയിട്ട് ചത്തുപോകാൻ ചാൻസ് ഉണ്ട്. ഇനി അതല്ല, കഴുത്തിങ്ങനെ മേളിലോട്ടാക്കിയിട്ട് സ്ട്രെയിൻ ചെയ്തിട്ടാണ് ഫുഡ് കൊത്തി തിന്നണമെന്നുണ്ടെങ്കിൽ അത് എനർജി വേസ്റ്റ് ആണ്. അപ്പോൾ അതിന് കറക്റ്റായിട്ട് രീതിയിൽ ഭക്ഷണം കൊത്തി തിന്നാവുന്ന പാകത്തിൽ ആ ഡ്രിങ്കർ ആണെങ്കിലും അതുപോലെ തന്നെ ഫുഡ് വെക്കുന്ന ആ ഒരു പാത്രമൊക്കെ ആണെങ്കിലും കറക്റ്റ് ഹൈറ്റിൽ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ വേനൽക്കാലത്ത് നമ്മൾ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. വെള്ളത്തിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഭക്ഷണത്തിന്റെ കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. അതായത് ഉച്ച സമയത്ത്, വേനൽക്കാലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉച്ച സമയത്ത് ഒരു 10 മണി, ഒരു 11 മണിക്ക് ശേഷം ഒരു 3 മണി വരെ വളരെ കുറച്ച് ഭക്ഷണം അതുങ്ങൾക്ക് കൊടുക്കാൻ പാടുള്ളൂ. അതേസമയം രാത്രിയും രാവിലെയും നന്നായിട്ട് ഭക്ഷണം കൊടുക്കാം. ഉച്ച സമയം എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ നല്ല ചൂടായിരിക്കുമല്ലോ. അതുങ്ങളുടെ ദേഹത്തെ ചൂടും പിന്നെ ആ ഒരു അറക്കപ്പൊടിയുടെ ചൂടും പിന്നെ അതിന്റെ കാഷ്ടത്തിന്റെ ചൂടും ഒക്കെ കൂടി ആകുമ്പോൾ മൊത്തത്തിൽ ബുദ്ധിമുട്ടായിരിക്കും. അതോടൊപ്പം അതുങ്ങൾ നന്നായിട്ട് ഭക്ഷണം കൂടി കഴിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചത്തു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് വേനൽക്കാലത്ത് മാത്രം പ്രശ്നം കേട്ടോ. സാധാരണ മഴക്കാലത്തോ അല്ലെങ്കിൽ തണുപ്പുള്ള സമയത്തോ അല്ലെങ്കിൽ പൊതുവേ നോർമൽ ടെമ്പറേച്ചർ ആണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. എനിക്കറിയാം സ്റ്റോക്ക് ചെയ്യുന്നു. 10 ദിവസം വരെ ഇതാ കൊടുക്കണത് അല്ലേ? വലിപ്പത്തിലും മാറ്റം കുറവുണ്ട്. 10 തൊട്ട് 15 ദിവസം പ്രായമായ കോഴികൾക്ക് കൊടുക്കുന്നത് പ്രീ സ്റ്റാർട്ടർ ആണ്. പ്രീ സ്റ്റാർട്ടർ എന്ന് പറയുമ്പോൾ അതുങ്ങളുടെ മെഡിസിനും കൂടി അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കും. തുമ്മല്, പനി അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരാനാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ അതിന് വേണ്ടിയുള്ള മെഡിസിൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും ആ ഒരു തീറ്റയിൽ. ഇനി അടുത്ത് 20 ദിവസമായ കോഴി അല്ലേ? അങ്ങനെ 3 സ്റ്റേജ് ആണല്ലേ വെക്കണത്. ഇവിടെ വലിയ സ്മെല്ലൊന്നും അങ്ങനെ തോന്നല്ല. ഈ സ്മെല്ല് ആവാതിരിക്കാണ്ട് എന്താ ചെയ്യാറില്ലേ? ഇനി നമ്മൾ കാണാൻ പോണത് 20 ദിവസം പ്രായമായ കോഴികളെ കാണാൻ പോണം. 10 ദിവസം കഴിഞ്ഞിട്ട് കൊടുക്കുന്ന ഫീഡ് ഇതാണ്. 10 ദിവസം വലിപ്പമുണ്ടല്ലേ? ചിലപ്പോൾ വലിപ്പമുണ്ട്. 25-30 ദിവസം വരെയൊക്കെ കൊടുക്കുക. ഈ ഫീഡ് കൊടുക്കാം. ഓരോ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് വളർച്ചയിൽ മാറ്റം ഉണ്ടാവും. അപ്പൊ അതിന്റെ ഒരു ചെറിയ വേരിയേഷൻ ഉണ്ടാവും. ഈ നമ്മള് ദിവസങ്ങൾ മാറ്റും. അപ്പൊ 1 കിലോ ഒക്കെ ആവണ വരെ നമ്മൾ ഈ സ്റ്റാർട്ടർ തന്നെ കൊടുക്കും. 20 ദിവസമായ കോഴിയാണിത്. റൗണ്ടിൽ നിന്ന് മാറ്റി ഇങ്ങനെ ചതുരം പോലെ ആക്കി കോഴിയുടെ വലിപ്പം ഓരോ ദിവസം കോഴി വളരുന്നതനുസരിച്ച് നമ്മൾ ഗ്യാപ്പിട്ട് കൊടുക്കും. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഇട്ടേക്കണ എന്തൊക്കെ? ഉമിച്ചാരും ഇട്ടിട്ടുണ്ട്, അറക്കപ്പൊടി ഉമിച്ചാരോട് മിക്സ് ചെയ്ത ഒരു ഇതാണ് ഇട്ടേക്കുന്നത് നമ്മൾ ഇതിനകത്ത്. അതെ, ശരി. ഇവിടെ ഇപ്പൊ ബിജു പറഞ്ഞ പോലെ അറക്കപ്പൊടിയും ഉമിച്ചാരും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇവിടെ യൂസ് ചെയ്യണത്. ഉമിച്ചാരോ ഉമിയോ അല്ലെങ്കിൽ ചകിരിച്ചോറ്, അറക്കപ്പൊടി, പിന്നെ ചില സ്ഥലത്തൊക്കെ ഈ കാപ്പിക്കുരുവിന്റെ തോട് കിട്ടും, അത്, പിന്നെ തേയില, നമ്മൾ ചായയൊക്കെ അരിച്ചിട്ട് ബാലൻസ് വരുന്ന ആ ഒരു തേയില, ഇതൊക്കെ നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാം. ആ ഒരു കോഴിയുടെ ആ ഒരു സ്റ്റേജ് കഴിഞ്ഞ് നമ്മൾ അതിനൊക്കെ വിറ്റ് കഴിയുമ്പോൾ ഈ സാധനം നല്ല അടിപൊളി വളമായിട്ടാണ് മാറുന്നത്. അതിനൊക്കെ ചോദിച്ചു വരുന്ന ആൾക്കാരൊക്കെ ഒരുപാടാണ്. അപ്പൊ അതും നമുക്ക് വേസ്റ്റ് ആവില്ല. നിങ്ങളുടെ ഭാഗത്ത് ഏത് സാധനം കിട്ടാനാണോ എളുപ്പം, ഏതെങ്കിലും ഒരു 2 ഐറ്റം രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അതാണ് കേട്ടോ ബെറ്റർ. ആ ഉമിച്ചാരവും അറക്കപ്പൊടിയൊക്കെ ഡെയിലി ഇളക്കി കൊടുക്കണം എന്ന് പറഞ്ഞായിരുന്നു. അത് ഏറ്റവും നല്ലത് രാവിലെ സമയത്ത് ഇളക്കി കൊടുക്കണം കേട്ടോ. ഉച്ച സമയത്തൊന്നും ഇളക്കി കൊടുക്കരുത്. കാരണം ഉച്ച സമയം എന്ന് പറയുമ്പോൾ ഇതുങ്ങളൊക്കെ ഭക്ഷണം കഴിച്ച് ഒന്ന് റിലാക്സ് ചെയ്തിരിക്കുന്ന സമയമാണ്, ഒന്ന് റെസ്റ്റ് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങളൊന്നും ബുദ്ധിമുട്ടിക്കരുത്. അതുകൊണ്ട് മാക്സിമം രാവിലെ ഒന്ന് ഇളക്കി കൊടുക്കാൻ നോക്കുക. ഡെയിലി നമ്മൾ ഒരു തവണ ഇളക്കി കൊടുത്തിട്ടുണ്ടാവണം. അല്ലാന്നുണ്ടെങ്കിൽ പല പല പ്രശ്നങ്ങളാണ്. കോഴികൾക്കും ബുദ്ധിമുട്ടാണ്, മണം ഉണ്ടാവും, ഫംഗസ് വരാൻ സാധ്യതയുണ്ട്. മൊത്തത്തിൽ കോഴികളുടെ വളർച്ചയെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. 20 ദിവസം പ്രായമായ കോഴികളാട്ടോ. ഈ സ്റ്റേജിൽ വല്ല അസുഖം വരാൻ ചാൻസ് ഉണ്ടോ? തുമ്മലാണ് വരുന്നത്. ഇനി രാത്രി നമ്മൾ ഈ ഒരു ലൈറ്റേ ഇടുള്ളൂ അല്ലേ? അതേ ഉള്ളൂ. ഹായ്, അയ്യടാ, ഒന്ന് പോസ് ചെയ്തിട്ട് പോയിക്കോ. ഇതെന്തോരം ഉണ്ട് ബിജു കോഴികള്? ഇതും 1600-1700 കോഴിയാണ്. ഇത് വലുതാവണനുസരിച്ച് ഈ ഒരു ഇത് മതിയാവൂല അല്ലേ? പിന്നെ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള അസുഖങ്ങൾ എന്ന് പറയുന്നത് നേരത്തെ ബിജു പറഞ്ഞ പോലെ തന്നെ പനി, കുറുങ്ങല്, ചുമ, ഇതൊക്കെയാണ് വരാൻ സാധ്യതകൾ. അപ്പൊ ഇതുങ്ങളുടെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മാറ്റം മനസ്സിലാവും. ഫസ്റ്റ് തന്നെ നാടൻ മരുന്ന് കൊടുക്കുക. അതിൽ പറ്റില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഇംഗ്ലീഷ് മരുന്നിലേക്ക് പോവുക. നാടൻ മരുന്നായിട്ട് യൂസ് ചെയ്യുന്നത് പുളിയില്ലാത്ത തൈര്, വിനാഗിരി, പിന്നെ അതുപോലെ തന്നെ ഇഞ്ചി നീര്,
നീര്, തുളസി നീര്, തുരിശ് ഇതൊക്കെയാണ് ഇവർ ഈ പനിക്കും കുറുങ്ങലിനും ചുമക്കൊക്കെ ആയിട്ട് നാടൻ മരുന്നായിട്ട് കൊടുക്കുന്നത്. വിനാഗിരി ആണെങ്കിലും തൈരൊക്കെ ആണെങ്കിലും അതിനൊക്കെ ഓരോ കൃത്യം അളവുണ്ട്. അതൊക്കെ നോക്കി കണ്ടൊക്കെ മനസ്സിലാക്കി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് അടുത്ത ഷെഡിലേക്ക് പോവാം. ഇത് എന്തോരാണ്? 2 കിലോ ഉണ്ട് വെയിറ്റ്. ഷെഡ് ഫുള്ളാക്കി കണ്ട 4 റിങ്ങിന്റെ ഉള്ളിൽ നിർത്തിയ കോഴിയാണ്. ഇത് 2000 കോഴിയാണ്. ഈ ഷെഡിൽ 2000 കൊള്ളു. ഇന്നലെ കോഴി പിടിച്ചെന്നോ അല്ലേ? ഇതിന്ന് തന്നെ പിടിച്ചതാണ്. 900 കോഴിയാ ഇന്നലെ പിടിച്ചിട്ടുള്ളൂ. അതാണ് ഇത്രയും ഗ്യാപ്പ്. ഇത്രയും വലുതായി കഴിഞ്ഞാൽ ഇത്രയും ഗ്യാപ്പുകൾ ഉണ്ടാവില്ല. ഇതാണ് ഫിനിഷർ അല്ലേ? 28-30 ദിവസം മുതൽ ഒരു 40-45 ദിവസം വരെ, അതായത് കോഴി വിറ്റ് പോകുന്നവരെ പിന്നെ ഈ ഒരു ഫിനിഷറാണ് കൊടുക്കുന്നത്. ഇതിലും നമ്മൾ 2 നേരം തീറ്റ ഇടണം, 2 നേരം വെള്ളം പാത്രം ക്ലീൻ ചെയ്യണം. അത് ശരി. ഇതിനും നമ്മൾ ഈ താഴെ തേങ്ങണ അറക്കപ്പൊടി അല്ലെങ്കിൽ ഉമിച്ചാരവും ഇളക്കണം. നമ്മള് പണികൾ എല്ലാ ദിവസവും ചെയ്യണം. കോഴി പിടിക്കാനായിട്ട് ഇവിടെ ആള് വരും അല്ലേ? വണ്ടിയും ബോക്സൊക്കെ ആയിട്ട് ത്ലാസൊക്കെ ആയിട്ട് അവര് വരും. അപ്പൊ നമ്മള് തൂക്കം നോക്കി പിടിച്ചു കൊടുക്കാൻ വേണ്ടി പിടിച്ചു കൊടുക്കണം. രാത്രി തന്നെ കടകളിലെത്തി. രാത്രിയെ വരുവുള്ളൂ അല്ലേ? അന്ന് രാത്രി വരാൻ കഴിയും. പിടിക്കാൻ എളുപ്പം രാത്രിയാണ്. ചൂടാണ് പ്രധാനം. ഇതിന് ചൂട് പറ്റില്ല, അല്ലെങ്കിൽ ഇത് ചത്തുപോകാൻ ചാൻസ് കൂടുതലാണ്. നമ്മൾ ഇതിനകത്ത് ചൂട് കൂടുതലുള്ള കാലാവസ്ഥയിൽ ഫാൻ വെച്ച് കൊടുക്കാം. ഫാൻ വെച്ച് കൊടുക്കാം. ഇപ്പൊ നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടില്ല. ഈ പാടം ഇവിടെ അടുത്തായതുകൊണ്ട് ചെറിയ കാറ്റുണ്ട് പകല്. അപ്പൊ അതുകൊണ്ട് ഫാൻ വേണ്ടി വന്നില്ല. അങ്ങനെ വെച്ച് കൊടുക്കാറുണ്ട്. 90% ഫാമുകളും ഫാൻ വെക്കും. ശ്വസിച്ച് തന്നെ ചൂടും അന്തരീക്ഷത്തിലെ ചൂടും കൂടി ഇതിന്റെ കാട്ടത്തിന്റെ ചൂടും ഇതൊക്കെ കൂടി ഇതിനെ സഹിക്കാൻ വരുമ്പോഴാണ് നമ്മൾ ഫാൻ വെക്കേണ്ടി തന്നെ. പകല് കോഴി ചാവും ചൂടുള്ളത് കൊണ്ട്. അപ്പൊ നമ്മൾ ഫാൻ വെച്ച് കൊടുക്കും. പെഡസ്റ്റൽ ഫാനാണ് ഇതിനെ കൂടുതൽ യൂസ് ചെയ്യുന്നത്. നല്ലോണം കാറ്റെടുത്ത് പോകാവുന്ന രീതിയിലുള്ള വലിപ്പമുള്ള ഫാൻ തന്നെ വേണം. ഷെഡ് നീളത്തിലാണല്ലോ. ഈ ഷെഡിൽ 2-3 ഫാൻ വെക്കും. ഇവിടെ ആ പ്രശ്നം വന്നിട്ടില്ല. ഫാൻ വെക്കേണ്ടി വന്നിട്ടില്ല ഇതുവരെ. ഈ കോഴി ഫാമൊക്കെ തുടങ്ങാനായിട്ട് താല്പര്യമുള്ള ആൾക്കാരോട് എന്തെങ്കിലും ബിജുവിന് പറയാനുണ്ടോ? ഇതുപോലെ തന്നെ ഷെഡ് പണിയാ. ഈ ഓല വെച്ച് തന്നെ പണിയണമെന്ന് പറയും. ഓല വെച്ച് ഏറ്റവും ചെലവ് ചുരുക്കി തന്നെ പണിയണം. ഈ ഓല വെക്കാൻ പറയാൻ കാര്യം ചൂട് കുറവ്. ചൂടാണ് പ്രശ്നം അല്ലേ? ചൂടാണ് പ്രശ്നം. ഷീറ്റ് വയ്ക്കുമ്പോ കണ്ടമാനം ഹൈറ്റിൽ പണിയണം. പിന്നെ അതിന് നല്ല ചെലവ് കൂടുതലാണ്. ഇതുപോലെ ഷെഡ് പണിയുന്നതിന്റെ ഇരട്ടി പൈസയാവും. അല്ലെങ്കിൽ അലൂമിനിയം ഷീറ്റൊക്കെ വെച്ച് പണിയുമ്പോ നല്ലോണം പൈസ ചെലവാകും. അപ്പൊ ഇതിന്ന് ഇത് കിട്ടിയൊക്കെ വരുമ്പോഴേക്കും കൊല്ലങ്ങൾ എടുക്കും. പിന്നെ ഇത് മാർക്കറ്റ് പഠിച്ചതിന് ശേഷം സ്വന്തമായിട്ട് ചെയ്യാം. വില കയറുന്ന സീസൺ അത് മനസ്സിലാക്കിയതിന് ശേഷം ഇതിലേക്ക് കോഴി സ്വന്തമായിട്ട് ചെയ്യാവും. അല്ലെങ്കിൽ കോഴിക്കുഞ്ഞിന് തീറ്റയും ഫ്രീ ആയിട്ട് തന്നിട്ട് നമ്മൾ വളർക്കണേന് മാത്രമായിട്ട് ചെറിയൊരു പൈസ കിട്ടും. കിലോ 7 രൂപ 6 രൂപ ഒക്കെ കിട്ടും. ആ രീതിയിലാണെങ്കിൽ വലിയ നഷ്ടങ്ങളില്ല. ഈ സ്വന്തമായിട്ട് ഇടുമ്പോൾ നഷ്ടവും അതുപോലെ തന്നെ ലാഭം ഉണ്ടാവും. തുടക്കത്തിൽ ചെയ്യണവര് ഈ തീറ്റയും കോഴിക്കുഞ്ഞിന് തന്നെ മേടിച്ച് വളർത്തി സ്വന്തമായിട്ട് പഠിച്ചതിന് ശേഷം സ്വന്തമായിട്ട് ചെയ്യാവുന്ന ഞാൻ പറയുള്ളൂ. അപ്പൊ അവരുടെ സൂപ്പർവൈസർ വരും. അപ്പൊ അങ്ങനെയും കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ, അസുഖങ്ങൾ എന്തെങ്കിലും വലിയ മനസ്സിലാവും. 40 ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഇത് ലാഭമാണോ നഷ്ടമാണോ 40 ദിവസം കൊണ്ട് തന്നെ നമുക്ക് കാര്യം മനസ്സിലാവും. എവിടുന്നാണ് ഈ കുഞ്ഞുങ്ങളെ നമുക്ക് ഇവിടെ ഫോണിക്കട കുഞ്ഞും തീറ്റയായാലും ഫോണിക്കട നമുക്ക് ഇവിടെ എത്തിച്ചേരാനുണ്ട്. ഫോണിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പൈസ ബാങ്ക് വഴി കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇവിടെ വരുമ്പോ പൈസ കൊടുക്കുക. കുഞ്ഞൊക്കെ തമിഴ്നാടാണ് ഇതിന്റെ കൂടുതലും. പിന്നെ ഇവിടെ ഉള്ള കുറെ ആൾക്കാർക്ക് ഇവിടെ തമിഴ്നാട്ടില് തള്ളക്കോഴിയുടെ ഫാമുണ്ട്. അതിൽ നിന്ന് മുട്ട കൊണ്ടുവന്നിട്ട് ഇവിടെ അച്ചറിയിൽ വിരിയിച്ച് നമുക്ക് തന്നവരുണ്ട്. ഫോണില് നമുക്ക് ഇതായിട്ട് ബന്ധപ്പെട്ട് പോയാൽ മതി. നമ്മൾ പോയി എടുക്കുകയൊന്നും ചെയ്യണ്ട. കുഞ്ഞിനൊക്കെ സെപ്പറേറ്റ് വണ്ടികളാ, എയർ കിടക്കാവുന്ന സിസ്റ്റമുള്ള വണ്ടികളാ. മഴ നനയാത്ത എയർ കിടക്കാവുന്ന വണ്ടികളാണ്. അപ്പൊ ആ വണ്ടിയില് നമ്മുടെ ഫാമിലേക്ക് എത്തിച്ചു തരും. അവർക്ക് ചെലവാകുന്ന രീതിയിലാണ് അവര് ഹാച്ചറിയിൽ മുട്ട വയ്ക്കുള്ളൂ. ഇന്ന് മേടിക്കണമെങ്കിൽ ഇന്നലെ അല്ലെങ്കിൽ മിനിഞ്ഞാന്ന് നമ്മൾ ബുക്ക് ചെയ്യും. ചിലപ്പോൾ ഇന്ന് പെട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് തരില്ല. ഒരു ദിവസം മുമ്പെങ്കിലും നമ്മൾ ഓർഡർ കൊടുക്കും. വിലയൊക്കെ മാർക്കറ്റിൽ നമ്മുടെ മൊബൈലിൽ തന്നെ മെസ്സേജ് ആയിട്ട് വില വരും. ഓരോ ദിവസത്തെ വില മാറ്റമുണ്ട്. 5-ാം ദിവസം 12-ാം ദിവസം വാക്സിൻ ഉണ്ട്. 12-13 നമുക്ക് വാക്സിൻ ചെയ്യാം. ഫീഡിലായാലും നമ്മള് ഇതില് പറ്റിപ്പ് ഉണ്ടാവാം. ഫീഡായാലും വില അനുസരിച്ച് വളരാണ്ടിരിക്കും ഒക്കെ ചെയ്യും. അപ്പൊ ഇടയ്ക്ക് തൂക്കി നോക്കും. 10 ദിവസം കഴിയുമ്പോൾ തൂക്കും, 20 ദിവസം കഴിയുമ്പോൾ തൂക്കി നോക്കും. മനസ്സിലാവുമ്പോ നമ്മള് കാലാവസ്ഥയുടെ വ്യതിയാനം കുറച്ചൊക്കെ ഉണ്ടാവും. പിന്നെ ഫീഡിന്റെ വേരിയേഷൻ ആണെങ്കിൽ നമ്മള് ഫീഡ് മാറ്റും. വേറെ കമ്പനി ഫീഡ് കൊടുക്കും. അങ്ങനെയുണ്ടല്ലേ? അങ്ങനെയും ചെയ്യും. മറ്റൊരു കാര്യം ബിജുവിനോട് ചോദിച്ചത്, നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് ഈ ബ്രോയിലർ ചിക്കനിലൊക്കെ എപ്പോഴും ഹോർമോൺ കുത്തുവയ്ക്കുന്നു, അങ്ങനത്തെ കുറേ ന്യൂസ്, കുറേ കാര്യങ്ങൾ പല സ്ഥലത്തു നിന്നും കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ബിജുവിനോട് ചോദിച്ചപ്പോൾ ബിജു പറഞ്ഞത് ഇവിടെ കേരളത്തിൽ ഇല്ല എന്നാണ് ബിജുവിൻ്റെ അറിവ്. കാരണം ഹോർമോൺ കുത്തുവയ്ക്കുക എന്ന് പറയുന്നത് നമുക്കത് ഇരട്ടി ചിലവാണ്. ഇവിടെ തന്നെ 6000 കോഴികളോളം ഉണ്ട്. ഈ ഓരോ കോഴികൾക്കും ഹോർമോൺ കുത്തുവയ്ക്കുക എന്ന് പറയുന്നത് നമുക്ക് ലാഭം വളരെയധികം കുറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ ഈ വെയിറ്റ് വെക്കാനായിട്ട് നിങ്ങൾ എന്താ ചെയ്യണേ? അപ്പോൾ ബിജു പറഞ്ഞത് വേറൊന്നുമല്ല, ഇതുങ്ങൾക്ക് കൊടുക്കുന്ന ഫുഡ് എന്ന് പറയുന്നത് നേരത്തെ ഞാൻ
പറഞ്ഞു 3 ടൈപ്പ് ഫുഡാണ്, അതായത് പ്രീ സ്റ്റാർട്ടർ, സ്റ്റാർട്ടർ, അതുപോലെ തന്നെ ലാസ്റ്റ് കൊടുക്കുന്ന ഫിനിഷർ. ഈ ഫിനിഷർ കൊടുക്കുമ്പോഴാണ് ഇതുങ്ങൾ വെയിറ്റ് വെക്കുന്നത്. ആ ഒരു സമയം എന്ന് പറയുന്നത് ഇതുങ്ങൾ ഓട്ടോ ചാട്ടോ അങ്ങനെ ഒന്നുമില്ല, ഇവരുടെ മുമ്പിൽ എപ്പോൾ നോക്കിയാലും ഫുഡാണ്. അതുകൊണ്ട് തന്നെ ഇതുപോലെയൊക്കെ ഫാം നടത്തുന്ന ആൾക്കാർ ഒരു കോഴിക്ക് 1.25 സ്ക്വയർ ഫീറ്റ് ആണ് അവർ പറയുന്ന സ്ഥലം. അപ്പോൾ ഏകദേശം ഒരു 1000 കോഴിക്ക് മാക്സിമം 1200 സ്ക്വയർ ഫീറ്റ്. അതിനുള്ളിലാണ് ഇത്രയും കോഴികൾ അവർ ഇട്ടേക്കുന്നത്. അപ്പോൾ അവർക്ക് ഓടാനോ ചാടാനോ അനങ്ങാനോ ഒന്നിനും സ്ഥലം ഉണ്ടാവില്ല. അത് മാത്രമല്ല 1000 കോഴികളുള്ള ഒരു ഷെഡിൽ എന്ന് പറയുന്നത് 20 തീറ്റപാത്രവും അതുപോലെ തന്നെ 20 വെള്ളപ്പാത്രവും കാണും. അവരെ മുമ്പിൽ തന്നെ തീറ്റ എന്നുള്ള ആ ഒരു രീതിയിലായിരിക്കും തീറ്റയും വെള്ളമൊക്കെ അവർ സെറ്റ് ചെയ്ത് കൊടുത്തേക്കണേ. അപ്പോൾ ഒന്ന് അനങ്ങാതെ ഏത് നേരവും ഫുൾ ടൈം ഭക്ഷണം കഴിച്ച് വെള്ളം കുടിച്ച് അങ്ങനെ വിശ്രമിക്കുന്ന ഒരു കോഴി ഓട്ടോമാറ്റിക് അത് വണ്ണം വെക്കും. അതിന് പ്രത്യേകിച്ച് നമ്മൾ ഈ പറയുന്ന ഹോർമോൺ കുത്തിവയ്ക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു 40 ദിവസത്തിനുള്ളിൽ ഇവർക്ക് വേണ്ട വെയിറ്റ് അതുങ്ങൾക്ക് വെച്ചിട്ടുണ്ടാവും. ഇവിടെ 2 കിലോ തൊട്ട് 2.5 കിലോ വരെ തൂക്കം വെക്കുന്ന കോഴികളാണ് ഒരു വിൽക്കുന്നത്. ഒരുപാട് നാളായിട്ട് എൻ്റെ മനസ്സിൽ കിടന്നേച്ച ഒരു സംശയമാണ് ഇതിലൂടെ മാറിയേക്കണേ. നിങ്ങളുടെ മാറിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ബക്കറ്റിനുള്ളിൽ പെട്ടുപോയതാണോ അല്ലെങ്കിൽ കയറി ഇരിക്കണേണോ സേഫായിട്ട്? ഇത് പെട്ടിരിക്കണേണ് കേട്ടാ പുള്ളിക്കാരി. ബക്കറ്റിനുള്ളിൽ പെട്ടുപോയാ? എന്താ രുക്കു? ബിജു അച്ഛനെ കാണാണ്ട് ഒളിച്ചിരിക്കണേണ്, പിടിച്ചോണ്ട് പോയാലാ? ആ നമുക്ക് ബിജു അച്ഛൻ വരാൻ പറ്റും. നമുക്ക് ബിജു അച്ഛനോട് പറഞ്ഞ അകത്തോട്ട് കേട്ടാ. ആ പുള്ളി പോയി ഒളിച്ചിരിക്കണേ. കോഴിനോടാണാ? ഹലോ, എങ്ങോട്ട് നോക്കിയാ? എല്ല് കാണണ്ടല്ലേ? ദൈവമേനെ ഞെക്കി കൂട്ടിയാ? വേണ്ട, രുക്കുമ്മേനെ പേടിച്ച് ആ ഏരിയയിൽ കോഴികളില്ല. നമ്മുടെ കോഴി ഫാം എങ്ങനെ പണിതേക്കണെന്നും അതിന് എന്തായ ചെലവും ചെറിയ തോതിൽ പറയാം. JCB ഉപയോഗിച്ച് മണ്ണ് ലെവല് ചെയ്ത് അത് കഴിഞ്ഞിട്ട് വാർക്കക്കാല് മേടിച്ച് ഇട്ടതിന് ശേഷം ഉത്തരവും മോന്താഴവും സ്ക്വയർ പൈപ്പ് കൊടുത്തു. കാല് തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗവും ഇരുമ്പ് സ്ക്വയർ പൈപ്പ് തന്നെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ചൂളക്കഴ, ഒരു വാഴ ഉപയോഗം കഴിഞ്ഞതിന് ശേഷമുള്ള ചൂളക്കഴയാണ് മേടിച്ചേക്കണത്. അതാവുമ്പോൾ പകുതി വിലക്ക് കിട്ടും. അത് മേടിച്ച് പിന്നെ ഓല മേടിച്ച് സിൽപോളിൻ ഇട്ടാണ് ഞാൻ ഷെഡ് പണിതേക്കണത്. പിന്നെ സൈഡ് നെറ്റ് ആയാലും മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന വല, സെക്കൻഡ് ഹാൻഡ് വല മേടിച്ച് അതാണ് ഇട്ടേക്കണേ. പിന്നെ അടിവശം സിമെന്റ് ഇടണം. സിമെന്റ് ഇടുമ്പോൾ പരിക്കൻ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ, അത് കോൺക്രീറ്റ് ഉപയോഗിച്ചിട്ടില്ല. അതൊക്കെ ചെലവ് ചുരുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കോൺക്രീറ്റ് ഉപയോഗിക്കാഞ്ഞ്. വീതി 20 അല്ലെങ്കിൽ 19, 18 ഈ രീതിയിൽ അല്ലെങ്കിൽ 21 ഒക്കെ വരാവുന്ന രീതിയിൽ പണിയണായിരിക്കും എപ്പോഴും നല്ലത്. നമ്മുടെ കൂടിന്റെ ചെലവ് വെച്ച് നോക്കുമ്പോഴും വളർച്ചയ്ക്കും അതാണ് നല്ലത്. വീതി കൂടുന്തോറും കോഴിയുടെ വളർച്ച കുറവായിരിക്കും, FCR കൂടുതലായിരിക്കും. 1 കിലോ തിന്നാൽ ഇത്ര ഗ്രാം വെയിറ്റ് കിട്ടണമെന്നുണ്ട്. അത് കിട്ടാണ്ട് വരും കൂടുതൽ വീതി ആയി കഴിഞ്ഞാൽ. പിന്നെ കോഴി ചാവാനും ചാൻസ് ഉണ്ട് വെയിലുള്ള കാലാവസ്ഥയിൽ. അപ്പൊ വീതി പരമാവധി കുറച്ച് നീളം എന്തോരം ഉള്ള ഷെഡായാലും കുഴപ്പമില്ല. എയർ കടന്നു പോകാനാണ് നമ്മൾ ഈ വീതി കുറച്ച് പണിയണമെന്ന് പറയുന്നത്. ചൂടുള്ള സ്ഥലങ്ങളിലാണ് ഈ ഓല ഷെഡ് തന്നെ പണിയനായിരിക്കും നല്ലത്. ഒരു കാരണവശാലും മരത്തിന്റെ കാലുകൾ കൊടുക്കരുത്, അതുമേടെ ചെതല് കയറി കൂട് നശിപ്പിച്ചു കളയും. ഓല വയ്ക്കുകയാണെങ്കിൽ പോലും ഇരുമ്പ് പൈപ്പോ അല്ലെങ്കിൽ കോൺക്രീറ്റിന്റെ കാലോ കൊടുത്ത് നിർബന്ധമായിട്ട് അങ്ങനെ തന്നെ പണിയണം. തീറ്റയുടെയും വെള്ളത്തിന്റെയും സെക്കൻഡ് ഹാൻഡ് പാത്രം ഉപയോഗിക്കാൻ പറ്റും. കുറച്ചുകൂടി ചെലവൊക്കെ ചുരുക്കി ഉപയോഗിക്കാൻ പറ്റും. ഷെഡിന് കൂടുതൽ പൈസ മുടക്കാണ്ടിരിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. എനിക്ക് ആ 3 ഷെഡിന് ചെലവായ പൈസ ഒരു 7.5 ലക്ഷം രൂപയാണ്. 6000 കോഴിയുടെ ഷെഡ് പണിയുന്നതിന് പേപ്പർ വർക്ക് ഉൾപ്പെടെ ഇത്തരം പൈസയാണ് ആയത്. അറക്കപ്പൊടി നമ്മൾ ഇടും കോഴീനെ വളർത്താൻ നേരത്ത്. കാട്ടത്തിന്റെ സ്മെല്ല് കുറയാനും അറക്കപ്പൊടി, അതുപോലെ ഉമിച്ചാരം, തേയിലയുടെ ചണ്ടി, ഇങ്ങനെ കുറെ ഐറ്റങ്ങൾ ഉമി ആ പ്രദേശത്ത് കിട്ടുന്ന വേസ്റ്റ് ഉപയോഗിച്ചാണ് പലരും കോഴി വളർത്തുന്നത്. ഒരു പ്രാവശ്യം കോഴി വളർത്തി അത് വാരി കഴിഞ്ഞതിന് ശേഷം വെള്ളമൊഴിച്ച് കഴുകി കുമ്മായ അടിച്ചതിന് ശേഷം അണുനാശിനി ഒരു പ്രാവശ്യം അടിക്കുക. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ കീടനാശിനി അടിക്കുക. പിന്നെ 15 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത കോഴീനെ ഇറക്കുന്നത്. ഹലോ, അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് ചോദിക്കുക, അതിനുള്ള റിപ്ലൈ തരാം. കോഴി ഫാമൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ബിജു പറഞ്ഞ പോലെ കോഴിയും അതുപോലെ തന്നെ തീറ്റയും ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നമുക്ക് തന്നിട്ട് തന്നെ വളർത്തി വലുതാക്കി കൊടുത്താൽ മതി. തീരെ പരിചയം ഇല്ലാത്തവര്
അങ്ങനെയൊക്കെ ആദ്യമേ നോക്കിയിട്ട് ഇതിനകത്തോട്ട് ഇറങ്ങി തിരിക്കുക. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. നന്നായിട്ട് മനസ്സിലാക്കി ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.